Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു സാധാരണ മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറയുമ്പോൾ ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ തന്നെയായിരിക്കാം എല്ലാ ദിവസവും. അത് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്നത് ചപ്പാത്തി. ഫാസ്റ്റ് ആണെങ്കിലും അതിവൺ കറികളുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് തന്നെ ഒരു മടുപ്പുണ്ടാവും. എന്നും ഒരേ തരത്തിലുള്ള ഫുഡ് എന്നുള്ളത് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാകും. കാരണം എല്ലാ ദിവസവും ഒരേ ഫുഡ് നമുക്ക് എപ്പോഴും ഈ ടേസ്റ്റുകൾ മാറ്റി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അമ്മണി കോഴിക്കട്ടയാണ് ഇന്നത്തെ നമ്മളുടെ മെനു. ഇത് നമ്മളുടെ അടുക്കളയിൽ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു അല്ലെങ്കിൽ ഒരു വൈകുന്നേരം സ്നാക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എളുപ്പം അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവം. അതിൻ്റെ പേര് അമ്മണി കോഴിക്കട്ട. അമ്മണി കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി നമ്മൾ മേടിക്കുന്നില്ലേ, അങ്ങനെ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നന്നായിട്ട് അതിൻ്റെ തരി കളഞ്ഞിട്ടുള്ള ആ അരിപ്പൊടി. പിന്നെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് കുറച്ച് ഉപ്പ്, ജീരകം, ഒരു തരി ജീരകം കേട്ടോ, അത് കൂടുതലൊന്നും വേണ്ട, ഒരു തരി ജീരകം, പിന്നെ തേങ്ങ, പിന്നെ ലാസ്റ്റ് കടുവറക്കലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളി, വറ്റൽമുളക്, ഇങ്ങനെയുള്ള കാര്യം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഇത് നമ്മൾ അതിന് ശേഷം കോഴിക്കട്ട ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യണത്. ആവിയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ കടുവൊക്കെ പൊട്ടിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു. അപ്പോൾ നമ്മൾ ഈ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരിപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്തേക്ക് നല്ലോണം തിളച്ച വെള്ളമായിരിക്കും. തണുത്ത വെള്ളത്തിൽ കുഴക്കരുത് ഒരിക്കലും. നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് അത് നന്നായിട്ട് ഉരുട്ടാൻ പാകത്തിന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉപ്പ്, നമ്മളിതിനകത്ത് ഈ അരിപ്പൊടിക്ക്, നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആ ഉപ്പ് നിങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഓരോരുത്തരും ടേസ്റ്റ് ആണല്ലോ അത്. പിന്നെ ഒരു തരി ജീരകം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ജീരകം സ്കിപ്പ് ചെയ്യാം കേട്ടോ, അത് നിർബന്ധമില്ല. പക്ഷേ അതിനകത്തൊരു ചെറിയൊരു ജീരകം കടിക്കുന്നത് എപ്പോഴും ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഒരു തരി ജീരകം ചേർത്തിരിക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമാണ്, ഞാൻ പറഞ്ഞല്ലോ തിളച്ച വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് ഈ പൊടിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വെള്ളം ആദ്യം മുഴുവനോട് കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പാകം തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ചെടുത്ത് നമ്മളതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഈ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് ഇതായിപ്പോവും. പക്ഷേ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ കുറേ വെള്ളം കോരി ഒഴിച്ചാൽ അത് പിന്നെ ഒന്നും ഉരുട്ടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. എന്ത് കാര്യവും നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്ന് ശരിക്കും ഞാൻ മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. നമ്മൾ ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ശകലം ഒരു നുള്ള് ജീരകവും കൂടെ ചേർത്ത് മാവ് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തു. അതാണ് ഇത് കേട്ടോ. അതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഉരുളകളാക്കി നമ്മളിത് മാറ്റി വയ്ക്കുന്നു. ഏറ്റവും ചെറിയ ഉരുളകളാക്കി അമ്മണി കോഴിക്കട്ട. അപ്പോൾ അതിന് അർത്ഥം തന്നെ അങ്ങനെയാണ്, ചെറിയ ഉരുളകളാക്കി എടുക്കണം. നമ്മൾ പിടിക്കൊക്കെ നമ്മൾ ചെയ്യണ പോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. നമ്മൾ ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുത്ത് വെച്ചു. ഇനി നമ്മളിതിനകത്ത് സ്റ്റീം ചെയ്തെടുക്കും. നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കും.
അടുത്ത പരിപാടി അതാണ് കേട്ടോ. നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടല്ലോ ചെറിയ ചെറിയ ഉരുളകളാക്കി അത് ഇതിനകത്തേക്ക് കറക്കി വെച്ച് എല്ലാം വേവിച്ചിടുന്നത്. സിമ്മിലാക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നീരാവി കാരണം കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കുക, തിളക്കുന്ന വെള്ളം എപ്പോഴും സിമ്മിലാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഉരുളകൾ ഉരുട്ടി വയ്ക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊള്ളും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ആദ്യം ഇതിനകത്തേക്ക് എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്താലും മതി, നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ നമ്മളുടെ മനോധർമ്മം അനുസരിച്ചിട്ട് ചെയ്യാം. അടുക്കളയിൽ എല്ലാ ദിവസവും ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനകത്തെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ എല്ലാം അതിൻ്റെ ഉള്ളിൽ പറക്കി നിരത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവട്ടെ. നമ്മൾ ആദ്യം എന്താ ചെയ്തത്, നമ്മൾ കോഴിക്കട്ട ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വേവിച്ചെടുത്ത് വെച്ച അമ്മിണി കോഴിക്കട്ടയാണ് കേട്ടോ അത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വേണമെന്നുള്ള കാര്യം. പക്ഷേ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3 വെളുത്തുള്ളി, ചുവന്ന ഉള്ളിയുടെ കൂടെ 2, 3 വെളുത്തുള്ളി കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും ഉഴുന്നും, കടുക് വറുക്കാൻ. കാരണം ഈ ഉഴുന്നിടുമ്പോൾ നമ്മളിത് കടിക്കാനായിട്ട് ചെറുതായിട്ട് കടിക്കുമ്പോൾ ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ് ഉഴുന്നിട്ടിരിക്കുന്നത്. പിന്നെ വറ്റൽമുളക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തേങ്ങ, അതുപോലെ നമുക്ക് അതിനാവശ്യമുള്ള കറിവേപ്പില, അത് നമ്മളുടെ ഇഷ്ടമാണ് എത്ര കറിവേപ്പില വേണമെന്ന്. പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള എണ്ണ, വെളിച്ചെണ്ണ ഉപയോഗിക്കുകയായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ടേസ്റ്റ് കൂടുതൽ എപ്പോഴും വെളിച്ചെണ്ണയ്ക്ക് തന്നെയായിരിക്കും. ഒരു ചുവട് കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം. ആദ്യം പാൻ ഒന്ന് ചൂടാകട്ടെ കേട്ടോ. നന്നായിട്ട് കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ശേഷം എണ്ണ ഒഴിച്ചു, നല്ല വെളിച്ചെണ്ണ. നാടൻ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുക്, അതുപോലെ കടുകും ഉഴുന്നും അതിനകത്തേക്ക് ഇടുന്നു. കടുക് പൊട്ടുന്ന ഒരു സമയം, ഉഴുന്ന് ചുമക്കുന്ന ഒരു സമയം, അതാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. കടുക് നന്നായിട്ട് പൊട്ടി, ഈ ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണുണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ ആ ഉഴുന്നിൻ്റെ പച്ച ചുവ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉഴുന്ന് റെഡ് കളറിലാവുന്നിടം വരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. കടുക് നന്നായിട്ട് പൊട്ടി, അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് വെളുത്തുള്ളി വേണമെങ്കിൽ ഇഷ്ടമല്ലാത്തവർക്ക് മാറ്റാം, കുഴപ്പമില്ല. പക്ഷേ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത് നമ്മുടെ ശരീരത്തിന് വയറിന് നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വെളുത്തുള്ളി ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇല്ലാത്തവർക്കത് വേണ്ടാന്ന് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് ചുമക്കണ വരെ. ആദ്യം മുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് ഇതിനകത്തേക്ക് ഇടരുത്, കാരണം മുളക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമാണ് മുളക് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും നന്നായിട്ട് മൊരിഞ്ഞ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ ആഡ് ചെയ്യുന്നു ഇതിനകത്തേക്ക് വറ്റൽമുളക് ചതച്ചത്. സിമ്മിലിടുക എപ്പോഴും. മുളകിടുമ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ദെൻ അതിനകത്ത് ആഡ് ചെയ്യേണ്ടത് നമുക്ക് കറിവേപ്പില. അത് നമ്മളുടെ ഇഷ്ടമാണ്. കറിവേപ്പില കൂടുതൽ യൂസ് ചെയ്യോ കുറവ് യൂസ് ചെയ്യോ ചിലർക്ക് താല്പര്യമില്ല. എനിക്കാണെങ്കിൽ ഒത്തിരി താല്പര്യമാണ്. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ടു, മുളകിട്ടു, കറിവേപ്പില ഇട്ടു. ദെൻ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ. അതും കൂടി ചെറുതായിട്ട്, ഒത്തിരി ഫ്രൈ ആവുമൊന്നുമല്ല, എന്നാൽ പോലും അതിനകത്തെ ഒരു വെള്ളം വറ്റുന്ന ഒരു കണക്കനുസരിച്ചതിന് ശേഷം നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കിയപ്പോൾ അമ്മിണി കോഴിക്കട്ടയ്ക്ക് ശകലം ഉപ്പ് ചേർത്താണ് കുഴച്ച് വച്ചിരിക്കുന്നത്. പക്ഷേ ഈ തേങ്ങയ്ക്കും ഇതിനകത്ത് ഈ ഉള്ളി എല്ലാത്തിനും കൂടി കുറച്ചൊരു ഉപ്പിൻ്റെ ഒരു കുറവുണ്ടാവാം. അപ്പോൾ നമ്മൾ ആ ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു.
അതിനുശേഷം നന്നായിട്ട് ആ വെള്ളം ഒന്ന് ഡ്രൈ ആവുക. ആ തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ഉരുട്ടി എടുത്ത് വെച്ചിരിക്കുന്ന അമ്മിണി കൊഴുക്കട്ട അതിനകത്തേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ തുണികളോ അല്ലെങ്കിൽ പിടിക്കാനുള്ള എന്തെങ്കിലും കയ്യിൽ വെച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഒരു പരിവായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നന്നായിട്ട് ഇളക്കി ഈ ചെറു തീയിൽ ഈ കോഴിക്കട്ടയും തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതിനൊരിക്കലും നമ്മളൊരു കറിയോ അല്ലെങ്കിൽ ചട്നിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂട്ടിയിട്ടല്ല കേട്ടോ ഇത് കഴിക്കണത്. ഇത് വെറുതെ നല്ല ചൂട് ചായയുടെ കൂടെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിങ്ങനെ വെറുതെ ചൂടോടെ കഴിക്കാൻ. ഒരുപാട് താമസിക്കുകയും ചെയ്യരുത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നമ്മൾ ഈ അമ്മിണി കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കി വച്ചതിന് ശേഷം എല്ലാവരും കഴിക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുത്ത് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ഈ എണ്ണയിലും ഇതിനകത്തും ഒക്കെ ഒന്ന് റെഡിയായി കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ തേങ്ങയുടെയും ഉള്ളിയുടെയും ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് ഈ ചെറിയ ഉണ്ടകളിലേക്കൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായി കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള അമ്മിണി കൊഴുക്കട്ട റെഡിയാക്കി എടുക്കാം. നമ്മൾ ആ ആവിയിൽ വേവിക്കുന്ന ഒരു സമയം മാത്രമല്ലേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറെ സമയങ്ങളൊന്നും കൂടുതൽ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് എന്തായാലും ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇത്രയുള്ള ഫുഡ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഒരേ മെനു എന്നൊക്കെ അറിയുമ്പോൾ കുട്ടികൾക്ക് പ്രോക്കുലിൻ്റെ പുതിയൊരു വ്യൂ. എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പക്ഷെ എല്ലാ ദിവസവും അത് അവർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയ